ഹേ ഓൾ, നമ്മൾ ഒരു ചെറിയ ട്രിപ്പ് പോവാണ്. എവിടാന്ന് വെച്ചാൽ ഒട്ടുമിക്ക പേർക്കും ഈ ഒരു വ്യൂ പോയിന്റ് എവിടാന്നറിയില്ല, എന്നാൽ ചിലവർക്ക് അറിയുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ 7 പേരുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ എപ്പോഴും പോകുന്ന പോലെ ഞങ്ങൾ 3 പേര് മാത്രമായിട്ടാണ് ഈ ട്രിപ്പ് പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ ഗൈസ്. അങ്ങനെ നമ്മുടെ സൈറ്റ് എത്തി. അപ്പോൾ നമ്മുടെ വ്യൂ പോയിന്റിൽ എത്താനായിട്ട് അത്യാവശ്യം നല്ലൊരു കയറ്റമുണ്ട് ഗൈസ്. ആ ഒരു നടപ്പ് നമ്മൾ നടന്ന് തന്നെ കയറണം. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഉള്ളുകുന്നി ടോപ്പ് വ്യൂ പോയിന്റ്. ഈ വ്യൂ പോയിന്റിനെ പറ്റി പറയാനാണെങ്കിൽ അത്ര വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. സൈലന്റ് ആയിട്ടൊക്കെ വന്ന് നമുക്ക് കണ്ട് ആസ്വദിച്ചിട്ടൊക്കെ പോകാൻ പറ്റിയ ഒരു വ്യൂ പോയിന്റ് ആണ്. അങ്ങനെ നമ്മൾ മല കയറിയ ക്ഷീണം മാറ്റാനായിട്ട് നല്ല ചൂട് ചായ കുടിച്ച് നമ്മൾ അടുത്ത സൈറ്റിലെത്തി. നല്ല തണുത്ത വെള്ളമാണ് ഗൈസ്. കുളിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, കുളിക്കാൻ ഇറങ്ങാൻ. പക്ഷെ നമുക്ക് വേറെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും നമ്മൾ ആരും എടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ട് നമ്മൾ തിരിച്ച് അടുത്ത പോയിന്റിലോട്ട് പോയി. അവിടെ നിന്ന് നമ്മൾ നേരെ വാഗമണിലോട്ട് കയറുവാണ്. അപ്പം അതിൻ്റെ അവിടെ ആയിട്ട് അവൻ്റെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ട്. അപ്പം അതാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. ഒരാൾ വലിയ കാര്യത്തിൽ മല കയറാനിട്ടുണ്ടോ എന്ന് ചെരുപ്പ് നോക്കിയാൽ ഗൈസ്. മല കയറുമ്പോൾ നമുക്ക് നല്ല ഗ്രിപ്പ് വേണം. ഇതവൻ ആ ഗ്രിപ്പ് പോയിട്ട് അവൻ്റെ കാലിൽ നിന്ന് ആ ചെരുപ്പ് പോയിട്ട് ആ ചെരുപ്പിന് വേണ്ടി വേണം അവനിഞ്ഞ് ഓടാൻ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വാഗമണിലാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് വാഗമണിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അഞ്ഞ് നമുക്ക് ഒന്ന് ഫുഡ് കഴിക്കണം ഗൈസ്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകും. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ കോട്ടയത്ത് നിന്ന് ഫുഡും കഴിച്ച് അങ്ങനെ നമ്മൾ തിരിച്ചു പോവാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.